സോ ഗൈസ് 7 വണ്ടേഴ്സിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ ടിക്കറ്റ് തുറന്നു, നമ്മൾ തുറക്കുകയാണ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ 7 വണ്ടേഴ്സ്. നമ്മൾ ഐസ്ക്രീമും പിടിച്ചുകൊണ്ടാണ് പോണത്. ഇതാണ് ഡബിൾ ഐസ്ക്രീം, നമ്മുടെ പിരമിഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഗൈസ്. വാവ്, അടിപൊളി വ്യൂ ആണ് ഗൈസ്. കണ്ടോ, പിരമിഡിലൂടെ നമ്മൾ പോകുന്നു. പിരമിഡ് കുറേ പിരമിഡ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ, കണ്ടോ. സോ ഗൈസ് ഇതാണ് ഫറവോ രാജാവിൻ്റെ പ്രതിമയാണ് ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് ഫറവോ രാജാവിൻ്റെ പ്രതിമ. ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് മുഴുവൻ. ഇതാ ഗൈസ്, താജ്മഹലൊക്കെ കാണുന്നുണ്ട്, നമ്മളതൊക്കെ കാണിച്ചു തരും. കണ്ടോ, അടിപൊളിയാണ് ഗൈസ്. ഈ പിരമിഡിൽ പണ്ട് മമ്മി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ അടച്ചിട്ടേക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞാണ് പണ്ട് ഇവിടെ മമ്മി ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ അവരത് അടച്ചിട്ടേക്കാണ് ഗൈസ്. ഇത് ഈജിപ്തിലെ ഒരു കെട്ടിടമാണ്. പേര് കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ അവിടെ ബോർഡ് ഉണ്ടെങ്കിൽ അത് നോക്കി പറയാം. സോ ഇതാണ് ഇത് ഫ്രണ്ടിൽ നിന്ന് അടിപൊളിയാണ് ഗൈസ്. നല്ല രസമുണ്ട്. ഈ ലൈറ്റിങ്സ് ഒക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? സോ ഗൈസ് ഇതിൻ്റെ പേരാണ് പെട്ര ജോർദാൻ. വായിക്കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇത് എന്താണ്, സാൻഡ് സ്റ്റോൺ മൗണ്ടെയ്ൻസ് ആൻഡ് ക്ലിഫ്സിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ചാച്ചി ഇതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. സോ അടിപൊളിയായിട്ട്. സോ ഗൈസ് ഇതിൻ്റെ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒരുപാട് പ്രതിമകളും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓരോ പില്ലേഴ്സിൻ്റെ അടുത്തും ഓരോ ഇതാണ് കേട്ടോ. നല്ല ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ, ഭയങ്കര ഇരുട്ടാണ്. ഓ, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പേടിപ്പിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. ഇതൊക്കെ ഉണ്ട് കണ്ടോ, കുറേ പ്രതിമകളും ഒക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണിത് കണ്ടോ. ഓരോ പില്ലറിൻ്റെ ഇടയ്ക്കും ഓരോരോ പ്രതിമകൾ ഇങ്ങനെ അവർ കൊത്തി വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതെന്തോ പണി നടക്കാൻ തോന്നുന്നു. എന്തോ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, അതൊക്കെ കാണാൻ അടിയാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഞാനിവിടെ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ആമിയുടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. സോ ഗൈസ് ഇതാണ് ക്രൈസ്റ്റ് റിഡീമർ. പേര് കിട്ടുന്നില്ല ഗൈസ്. ബ്രസീലിലെ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഇരുട്ടായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണത്തില്ല, അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് പോവാണ് കേട്ടോ ഗൈസ്. അടുത്ത് കാണുമ്പോൾ അടിപൊളിയാണ് ഗൈസ്, നല്ല രസമാണ്. സോ ഗൈസ് ഇതാണ് വേറൊന്നും ലൈറ്റ് ഇട്ട് ഇങ്ങനെ ഇരിക്കും, അതുകൊണ്ട് ഞാൻ കൈ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിമ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൈസ്. ഇനി അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് താജ്മഹലാണ് ഗൈസ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ താജ്മഹൽ. റിയൽ അല്ല, ഇത് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ 7 വണ്ടേഴ്സിലുള്ളതാണിത്. അപ്പോൾ താജ്മഹലാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. സോ ഗൈസ് നമ്മൾ താജ്മഹലിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇവരുടെ എല്ലാവരുടെയും മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടെയിൻസ് ആണ്. ഇങ്ങനത്തെ ഓരോ സ്ഥലത്തും ഓരോരോ വെവ്വേറെ. സോ ഇനി നമ്മളിതാ താജ്മഹൽ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ചാച്ച ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് സ്ലിപ്പാകാൻ പോയി. അപ്പോൾ നമുക്കിതാ പോയി കാണാം.
അപ്പോൾ ഗൈസ് ഇവിടേക്ക് കയറാൻ പറ്റത്തില്ല, കാര്യം ഇത് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് യെസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇത്ര ലെങ്തി വീഡിയോ ഇടുന്നത് എല്ലാം നിങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താനായിട്ടാണ്. നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം. പിന്നെ സോറി ഗൈസ്, അല്ലേ ദേവു? ലാഗ് അടിപ്പി. താജ്മഹലിൻ്റെ ടമ്മി മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ദേവു. തൊട്ടപ്പുറത്ത് കൊളോസിയമാണ് കാണുന്നത്. സോ ഗൈസ്, താജ്മഹലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ നിർത്തിയത്. കണ്ടോ, ഇവിടെയൊക്കെ കയറ് കെട്ടിയിട്ടേക്കാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് പോകത്തില്ല. കയറിൻ്റെ അടിയിൽ കൂടെ പോകാം, ബട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. സോ ഗൈസ്, ഇതാ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നേരിട്ട് താജ്മഹൽ കാണാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയൊക്കെ താജ്മഹൽ കാണാൻ പറ്റുമല്ലോ നമുക്ക്. കറക്റ്റ് ആ പണികളൊക്കെ അതെ, അടിപൊളിയാണ് ഗൈസ്, നമുക്ക് കാണാനൊക്കെ വ്യൂ ആണ്. സോ ഗൈസ്, ഇപ്പൊ ഫോട്ടോ സെക്ഷൻ ആണ് നടക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അമ്മ താഴെ പോയിട്ട് എടുക്കാൻ. താജ്മഹൽ മൊത്തത്തിൽ കിട്ടാനുള്ള ഒരു പണിയാണ് അമ്മ. നമുക്ക് ഇപ്പൊ ഇനി ഞങ്ങൾ സെൽഫി എടുക്കുന്നത്, അങ്ങനെയെങ്കിലും കുഞ്ഞ് വീണ്ടും നമ്മുടെ വീഡിയോയ്ക്ക് വരും. ഇനി അവളെ കൂട്ടുന്നില്ല, നമുക്ക് വെക്കാൻ കഴിയും. കുഞ്ഞ് ഭയങ്കര നാണക്കരിയ ആണോ കുഞ്ഞ്? തെക്കോ 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 ഗൈസ്, ഇപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റ് വീശുകയാണ്, ഭയങ്കര കാറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇവിടെയൊക്കെ നിൽക്കുന്നോണ്ടത്തെ കാറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ട് കുറേ കാണാൻ. സോ കീപ് വാച്ചിങ്. സോ ഗൈസ്, ഇതാണ് കൊളോസിയം. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. സോ ഗൈസ്, അടുത്ത് നിന്ന് നമ്മളൊരു എയറോപ്ലെയിനെ കണ്ടു ഗൈസ്. കൊളോസിയത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ സിംഹത്തിനെ കണ്ട് ലച്ചു പേടിച്ചു. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടത്. ഇതുണ്ട്, ഗാലറി പോലെയാണ്. യുദ്ധങ്ങൾ നടക്കും. യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ തമ്മിലുള്ള ഫൈറ്റുകളാണ്, വാൾ ഫൈറ്റൊക്കെ, വാൾഡ് യുദ്ധങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഈ സിംഹങ്ങളെയൊക്കെ ഇവിടെ വളർത്തും. ഇവരിങ്ങനെ അങ്ങനെ കിട്ടിയത് ഇങ്ങനെ അയച്ചുവിടും. അവർ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ കടിച്ചു വെച്ചുകൊണ്ട് എന്നിട്ട് ഇതിലെങ്ങനെ ഉള്ളിലിങ്ങനെ കയറി വരും. ഇവിടെ ഗാലറിയിൽ ഇരുന്ന ആൾക്കാരൊക്കെ കളി ഇത് കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവരെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. അതാണ്. പിന്നെ വായ്പ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിൽ വന്നിട്ട് വല്ല പ്രദർശനങ്ങൾ ഇതൊക്കെ നടത്താൻ തുടങ്ങിയാണ്. റൂമിൽ കൊളോസിയത്തിന്റെ വ്യക്തമായ ജീവചരിത്രം. ഇനി ഇതുപോലത്തെ വീഡിയോകൾക്കായി ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് ചൈന വൻമതിലൂടെയാണ്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അങ്ങനെയാണ് പറഞ്ഞത്. സോ ഗൈസ്, ചൈന വൻമതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. അതിലേ ഒരു റോഡുണ്ട്, നമുക്ക് അതിലേയും കയറി ഇതിലേ ഇറങ്ങി വരാം, ഇതിലേയും കയറി അതിലേ ഇറങ്ങിപ്പോവാം. സോ ഇനി ഇതാ ഇതിലെയാണ് ഞാൻ വീഡിയോ പിടിച്ച് താഴെ കിടക്കുമെന്നാണ് തോന്നുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ഉള്ള്. ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. വഴി കഴിഞ്ഞാൽ തോന്നുന്നു ഗൈസ്. ഇല്ല, ഇതാ ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നു. അയ്യോ, സ്റ്റെപ്പ് കയറി ഈ വീഡിയോ എടുക്കും. സോ ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓരോ ഗോപുരങ്ങൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഓരോ ചെക്ക് പോസ്റ്റുകളാണെന്നാണ് ചാച്ച പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചെക്ക് പോസ്റ്റിലൂടെ പോവാം. സോ ഗൈസ്, നമ്മളിതിലെ താഴേക്ക് ഇറങ്ങുകയാണ്. സോ ശരിക്കും അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ട്രിപ്പായിട്ട് വരാൻ പറ്റിയ സ്പോട്ടാണിത്. ഇപ്പം നമുക്ക് വന്ന് ചെയ്യാം നമുക്ക്. സോ ഗൈസ്, അതിലെ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ താജ്മഹൽ കണ്ടു. ഇതാ ഇനി ഈ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഈ ഒരു സ്റ്റെപ്പല്ല, ഒന്നും കൂടെ കഴിഞ്ഞു ഗൈസ്. നമ്മളിവിടെ ഒരു പുല്ലിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. കാരണം നമുക്ക് വെള്ളം കുടിക്കാൻ എല്ലാവരും ക്ഷീണിച്ചു. സോ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ 7 വണ്ടേഴ്സ് ഫുള്ളായി സോ ഗൈസ്, നമ്മളിവിടെ 7 വണ്ടേഴ്സ് എല്ലാം കണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ആക്ച്വലി ക്ഷീണമല്ല, നമ്മളിതൊക്കെ ഇതിൻ്റെ ആയതിന് അടിപൊളിയാണ് കേട്ടോ ഗൈസ്.
കാണാൻ നല്ല രസമുള്ളതാണ്. എല്ലാവരും വന്ന് കാണാൻ. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ആരും മറക്കരുത്, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നോക്ക് ഗൈസ്, നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് അടുത്ത് നമുക്ക് ഒരുപാട് ഫ്ലൈറ്റ് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, ഒരുപാടെണ്ണം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.